ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ഓം ശ്രീ ശാരദാംബികായേ നമഃ. ആത്മസഹോദരങ്ങളെ, ഏവർക്കും ഗുരുദേവ നാമത്തിൽ എൻ്റെ വിനീത നമസ്കാരം. തീർത്ഥാടന പാഥേയം ഭാഗം 10. ശിവഗിരി തീർത്ഥാടനം അഷ്ടലക്ഷ്യങ്ങളുടെ സാക്ഷാത്കാരം ഭാഗം 2. 4 ലക്ഷ്യങ്ങളെക്കുറിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. 5ാമത് കൃഷിയാണ്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവനമാണ് കൃഷി. അവൻ പ്രകൃതിയുടെ അവിഭാജ്യ ഭാഗമാണ്. പ്രകൃതി തന്നെയാണ് എന്നറിയുന്നത് കൃഷിയിലൂടെ തന്നെയാണ്. മലയാളി അവന്റെ കാർഷിക പാരമ്പര്യം വിസ്മരിച്ചതിന്റെ തിക്തഫലം അവൻ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗുരുദേവൻ തന്നെ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. മനുഷ്യൻ ഭൂമുഖത്തെല്ലാം സംഹാര താണ്ഡവം ചെയ്തു നടക്കുന്നു. മരങ്ങളെല്ലാം വെട്ടി നശിപ്പിക്കുന്നു. പച്ച നിറഞ്ഞ പ്രകൃതിയെ വികൃതമാക്കി ശൂന്യതയിൽ ആഴ്ത്തുന്നു. അതിനു പകരം വൃത്തികെട്ട പുക നിറഞ്ഞ പട്ടണങ്ങൾ മെനഞ്ഞുകൂട്ടുന്നു. ഭൂഗർഭത്തിലേക്ക് തുരന്നു കയറി ഈ ഗോളത്തിന്റെ കെട്ടുറപ്പ് തകർത്തു കളയുന്നു. നോക്കുന്നിടത്തെല്ലാം കൽക്കരിയും ഇരുമ്പും തന്നെ. അവനൊരു വ്യവസ്ഥയുമില്ല. മനുഷ്യൻ അറിഞ്ഞുകൂടാ അവൻ എന്താണ് ചെയ്യുന്നതെന്ന്. അവന്റെ ചെയ്തികളുടെ ദാരുണ ഫലം മനുഷ്യവർഗത്തെ മാത്രം ബാധിക്കുന്നതായിരുന്നെങ്കിൽ തരക്കേടില്ലായിരുന്നു. വനത്തിലെ വാനരന്മാർക്കും പക്ഷികൾക്കും മനുഷ്യർ കാരണം സ്വൈരത ഇല്ലാതായി തീർന്നിരിക്കുന്നു. മനുഷ്യൻ തനിക്ക് വരുത്തിക്കൂട്ടുന്ന വംശനാശത്തിൽ മറ്റുള്ള ജീവികളെ കൂടി പെടുത്താതെ നിശേഷം നശിച്ചു വെണ്ണീറായി പോയിരുന്നുവെങ്കിൽ മറ്റു ജീവികൾ അതൊരനുഗ്രഹമായി കരുതുമായിരുന്നു. അവർക്ക് അവരുടെ ജന്മാവകാശമായ ശാന്തി അനുഭവിക്കാമായിരുന്നല്ലോ. ഗുരുവരുളുകളുടെ ആത്മസ്പന്ദനമാണ് ഈ വരികളിലൂടെ ഉയിരിട്ടുണരുന്നത്. വർഷങ്ങൾക്കപ്പുറം തൃപ്പാദങ്ങൾ പറഞ്ഞു വെച്ച കാര്യങ്ങൾ കൂടുന്നതല്ലാതെ കുറയുന്ന മട്ടില്ല. വിഷം കൊടുത്ത് വളർത്തി വിഷത്തിൽ കുളിപ്പിച്ച് തമിഴ്നാട്ടിൽ ഉണ്ടാക്കി വരുന്ന പച്ചക്കറികളും പഴങ്ങളുമാണ് നാം ഇന്ന് കഴിക്കുന്നത്. അതുമൂലമുണ്ടാകുന്ന മാരക രോഗങ്ങൾ നമ്മെ മരണത്തിന്റെ വഴികളിലേക്ക് തള്ളി വീഴ്ത്തുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. മനുഷ്യൻ കാർഷിക വൃത്തി ഉപേക്ഷിക്കുമെന്ന് ഗുരുദേവൻ ദീർഘദർശനം ചെയ്തു കാണണം. അല്ലെങ്കിൽ ശിവഗിരിയിൽ നിന്ന് വിദഗ്ധരുടെ പ്രസംഗം കേട്ട് കൃഷി പഠിക്കണമെന്ന് ഗുരുദേവൻ പറയുമോ? ഗുരുദേവന്റെ കാലത്ത് കൃഷിയായിരുന്നു കേരളത്തിന്റെ തൊഴിലും സമ്പത്തും. 6ാമത്തെ ലക്ഷ്യമായ കച്ചവടം. അന്ന് കേരളത്തിൽ വ്യവസായവൽക്കരണം തുടങ്ങിയിട്ടേയില്ല. അതിനെക്കുറിച്ചുള്ള ആശയങ്ങൾ പ്രചരിച്ചു വരുന്നു എന്നു മാത്രം. അങ്ങിങ്ങ് ചില ചെറിയ സംരംഭങ്ങളൊക്കെ തുടങ്ങിക്കൊണ്ടിരിക്കുന്നുവെന്നും കാണാം. കൃഷിയായിരുന്നു മുഖ്യം. നെൽവയലുകളും തെങ്ങിൻ തോപ്പുകളും വാഴത്തൊടികളും നിറഞ്ഞ ഒരു കേരളമായിരുന്നു അന്ന്. കാർഷിക മേഖല ജന്മിത്ത വ്യവസ്ഥയ്ക്കു കീഴിലും. ജാതിമത വിവേചനങ്ങൾ ഉണ്ടായത് ജന്മി കുടിയാൻ ബന്ധത്തിൽ നിന്നാണ്. ജന്മിത്വത്തിന്റെ വ്യവസ്ഥാപിതവും യാഥാസ്ഥിതികത്വവും വ്യവസായവൽക്കരണം കൊണ്ടുവരുന്ന പുരോഗാമിത്വവും ഗുരുദേവൻ മനസ്സിലാക്കിയിരുന്നു. അതുകൊണ്ടാണ് ഗുരുദേവൻ കച്ചവടം പഠിക്കണമെന്ന് പറഞ്ഞത്. ഗുരുദേവൻ വേദാന്തം പഠിച്ച് ഭജന പാടുകയും മതപ്രഭാഷണം നടത്തുകയും ചെയ്യുന്ന ഒരാളായിരുന്നില്ല. ആധ്യാത്മികതയെ സമഗ്രമായി ഗാഢമായി പഠിക്കുകയും അത് മനുഷ്യനുമായി ബന്ധപ്പെടുത്തി പുനർനിർവചിക്കുകയും അതോടൊപ്പം സമൂഹത്തിലുണ്ടാകുന്ന മാറ്റങ്ങളെ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയും ചെയ്തു വന്ന സാധാരണനായ ഒരു മഹാപുരുഷനായിരുന്നു. ഉന്നതമായ ധിഷണയുടെയും പ്രതിഭയുടെയും ആൾരൂപമായിരുന്നു. വ്യവസായത്തെക്കുറിച്ചുള്ള ഗുരുവരുൾ വളരെ ആലോചനാമൃതമായിരിക്കുന്നു. നിങ്ങൾ ഇരട്ട കാളവണ്ടി കണ്ടിട്ടുണ്ടോ? കാളകൾക്ക് വണ്ടി വലിക്കുന്നതിന് ആവശ്യമായ കരുത്തുണ്ടായാൽ മാത്രം മതിയോ? 2 കാളകളും ഒരേ മനസ്സോടെ വലിച്ചില്ലെങ്കിൽ വണ്ടി മുന്നോട്ട് നീങ്ങുമോ? നിങ്ങൾ ചെയ്യുന്നതും ചെയ്യിക്കുന്നതുമായ തൊഴിൽ ഒരു കാളവണ്ടിയെ പോലെയാണ്. നിങ്ങൾ 2 പേരുമാണ് ആ വണ്ടി വലിക്കേണ്ട കാളകൾ. 2 പേരും പരസ്പരം യോജിക്കാതിരുന്നാൽ വണ്ടി മുന്നോട്ട് നീങ്ങുകയില്ല. മനസ്സിലായോ? ഇനി വ്യവസായിയോട് ഇങ്ങനെ. വ്യവസായിയാണ് പണം ഇറക്കിയിട്ടുള്ളത് അല്ലേ? ആട്ടെ, പണം വെച്ചു കൂട്ടിയാൽ ആദായം കിട്ടുമോ? ഇല്ല. തൊഴിൽ പരിചയമുള്ള ആളുകളുടെ സഹായം ഉണ്ടായാലേ ജോലി നടക്കൂ അല്ലേ? വീട്ടുകാർക്കും ജോലി പരിചയമുണ്ടോ? ഇല്ല. അപ്പോൾ തൊഴിൽ പരിചയമുള്ള ആളുകൾ സഹായിക്കുന്നത് കൊണ്ടാണ് വ്യവസായിക്ക് ആദായം കിട്ടുന്നത്. ഇക്കാര്യം വ്യവസായി ഓർക്കാതിരിക്കുന്നത് ശരിയാണോ? പിന്നെ തൊഴിലാളിയോട് ഇനി ചിലത് പറയുവാനുണ്ട്. തന്നെത്താൻ ഈ തൊഴിൽ നടത്താൻ കയ്യിൽ പണമുണ്ടോ? ഉണ്ടായിരിക്കുകയില്ല. വ്യവസായി പണം മുടക്കുന്നത് കൊണ്ടല്ലേ തൊഴിലാളിക്ക് ജോലി കിട്ടിയത്?
ഈ തൊഴിൽ കൊണ്ടാണ് താൻ ജീവിക്കുന്നതെന്ന് തൊഴിലാളി തന്നെ സമ്മതിക്കുകയുണ്ടായല്ലോ. നാളെ ഏതെങ്കിലും കാരണവശാൽ വ്യവസായി ഈ തൊഴിൽ വേണ്ടെന്ന് വയ്ക്കുകയാണെങ്കിൽ കുറച്ചു ദിവസത്തേക്കെങ്കിലും തൊഴിലാളി ബുദ്ധിമുട്ടേണ്ടി വരികയില്ലേ? ഇനി അടുത്തത്, ഏഴാമതായി ഗുരുദേവൻ പറഞ്ഞത് കൈത്തൊഴിലാണ്. എല്ലാ തൊഴിലും കൈകൊണ്ടാണ് ചെയ്യുന്നത്. കൈയില്ലാതെ തൊഴിലില്ല. രണ്ടു സ്വതന്ത്രമായ കൈകളാണ് മനുഷ്യനെ മറ്റു ജീവികളിൽ നിന്ന് വേർതിരിക്കുന്നത്. മനുഷ്യനെ ഇരതേടലും രതിയുമല്ലാതെ ഇതര മേഖലകളിലും അടയാളപ്പെടുത്തിയത് കൈകളാണ്. ഗുരുദേവൻ ഇവിടെ പറയുന്ന കൈത്തൊഴിൽ നെയ്ത്ത്, തുന്നൽ തുടങ്ങിയ തൊഴിലുകളാണ്. ഗുരുമൊഴികളിലേക്ക് മടങ്ങാം. നെയ്ത്ത് നല്ലൊരു തൊഴിൽ തന്നെ. അത് വിശുദ്ധമാണ്. വാദ്യാർ ജോലിയും നല്ലത് തന്നെ. അത് ഇഹത്തിലേക്കും പരത്തിലേക്കും കൊള്ളാം. വൈദ്യവൃത്തിയും ഉത്തമമാണ്. ഇഷ്ടം പോലെ ജോലിയെടുക്കാൻ എല്ലാവർക്കും സ്വാതന്ത്ര്യം വേണം. ഒന്നു മാത്രമേ പഠിക്കാവൂ എന്ന് വയ്ക്കരുത്. എല്ലാവർക്കും എന്തും പഠിക്കുകയും ശീലിക്കുകയും ചെയ്യുവാൻ വിരോധം ഉണ്ടായിരിക്കരുത്. എട്ടാമത്തെ ലക്ഷ്യം ഗുരുദേവൻ പറഞ്ഞിരിക്കുന്നത് സാങ്കേതിക പരിശീലനമാണ്. സാങ്കേതിക വിദ്യയുടെ കാലഘട്ടത്തിലാണ് നാം ഇന്നു ജീവിക്കുന്നത്. ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ വഴിവിട്ട വളർച്ച പലപ്പോഴും മനുഷ്യനും പ്രകൃതിക്കും വിനാശകരമായാണ് അനുഭവപ്പെട്ടത്. ക്ലോണിംഗ് തുടങ്ങി ജീവരസതന്ത്രത്തിലുള്ള സാങ്കേതിക വിദ്യയുടെ ഇടപെടൽ നമ്മെ ഭയപ്പെടുത്തുന്നു. എന്നാലും എണ്ണിയാലൊടുങ്ങാത്ത സൗകര്യങ്ങളാണ് സാങ്കേതിക വിദ്യ നമ്മുടെ ജീവിതത്തിന് നേടിത്തന്നിട്ടുള്ളത്. പ്രത്യേകിച്ച് അടിസ്ഥാനപരമായി നമ്മുടെ സുഖത്തിനും സൗകര്യത്തിനും ഉതകുന്ന ചില ഉപകരണങ്ങൾ. അതില്ലാതെ നമുക്കിന്ന് ജീവിക്കാനേ ആവില്ല എന്ന അവസ്ഥയാണുള്ളത്. ഒരു തിരിച്ചുപോക്ക് മനുഷ്യന് അസാധ്യമായി തീർന്നിരിക്കുന്ന തരത്തിലാണ് സാങ്കേതിക വിദ്യ വളരുന്നത്. മുതലാളിത്തത്തിന്റെ ആർത്തിയും സാങ്കേതിക വളർച്ചയും മനുഷ്യനെ എന്നാണാവോ മനുഷ്യനല്ലാതാക്കി മാറ്റുന്നതെന്നും അറിയില്ല. ഗുരുദേവൻ സാങ്കേതിക പരിശീലനം എന്ന് പറഞ്ഞത് ചെയ്യുന്ന തൊഴിലിന്റെ സാങ്കേതിക രഹസ്യം മനസ്സിലാക്കുക എന്ന അർത്ഥത്തിലാകണം. എങ്കിലല്ലേ ആ തൊഴിലിൽ വിദഗ്ധനാവാനാകൂ. പ്രാചീന കാലം മുതലേ ഒരു മതാചാരമായി അനുഷ്ഠാനമായി നടത്തിയിരുന്ന തീർത്ഥാടനത്തിന് മനുഷ്യ ജീവിതവുമായി ബന്ധപ്പെടുത്തി ഗുരുദേവൻ കൊടുത്ത ചരിത്രപരമായ തിരുത്ത് ആലോചിക്കുമ്പോൾ അത്ഭുതവും ആദരവും തോന്നുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.